ഹായ് എവരി വൺ മേൺസ്റ്റാക്ക് ട്യൂട്ടോറിയൽ സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു 2 ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുന്ന സമയത്തായിരുന്നാലും അതൊക്കെ നമ്മൾ ജസ്റ്റ് കൺസെപ്റ്റൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുകയും ചെയ്യും. അതൊന്നും ബൈഹാർട്ട് പഠിക്കില്ല, ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ ജസ്റ്റ് ഇത് ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നീട് നമ്മൾ വെബ് ആപ്ലിക്കേഷനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യുന്നു, കണ്ടുപിടിക്കുന്നു, അങ്ങനെയാണ് ചെയ്യുന്നത്. ആരും തന്നെ ഒരു ഡെവലപ്പേഴ്സും ഇതൊന്നും ബൈഹാർട്ട് പഠിക്കാൻ പോകുന്നില്ല. കാരണം ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല ടോപ്പിക്കും വരുന്നുണ്ട്, പല ഇമ്പ്രൂവ്മെൻറ്റ്സും ഓരോ ലാംഗ്വേജിലും ഫ്രെയിം വർക്കിലൊക്കെ വരുന്നുണ്ട്. ഇതൊന്നും നമുക്ക് ബൈഹാർട്ടായിട്ടൊന്നും പഠിച്ചു വെക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജൊക്കെ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നേരിട്ട് കടക്കാം. അപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആണെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ക്ലാസസ് ഇൻ ജാവാസ്ക്രിപ്റ്റിൽ എന്താണ് ക്ലാസ്സസ്? നമ്മൾ ഫംഗ്ഷൻ വെച്ചിട്ട് പ്രോഗ്രാം എഴുതുന്ന പഠിച്ചു, ഫംഗ്ഷൻ ഇല്ലാതെ പ്രോഗ്രാം എഴുതുന്ന പഠിച്ചു. അപ്പോൾ എന്തിനാണ് ക്ലാസ്സസ് യൂസ് ചെയ്യുന്നത്? ക്ലാസ്സസ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ എന്താ പറയുക, സ്ട്രക്ചറായിട്ട് കോഡ് എഴുതാൻ വേണ്ടിയിട്ടും കുറച്ചും കൂടെ എന്താ പറയുക റീയൂസബിളായിട്ടും കോഡ് എഴുതാം. അപ്പോൾ ഒരു ക്ലാസ് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ പല യൂസ് കേസിന് വേണ്ടിയിട്ട് നമുക്ക് ആ ക്ലാസ് യൂസ് ചെയ്യാൻ പറ്റും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ക്ലാസ്സസ് യൂസ് ചെയ്യുന്നത്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ മെയിനായിട്ടുള്ള 2 പോർഷനാണ്. ഒന്ന് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്, പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിലാണ് മെയിനായിട്ട് ക്ലാസ്സസ് വരുന്നത്. ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ ക്ലാസ്സസും ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് എന്താണ് ക്ലാസ്, എന്താണ് ഒബ്ജക്റ്റ് എന്നുള്ള കാര്യം. നമ്മൾ ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്ന സമയത്ത് അത് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ഫംഗ്ഷനാലിറ്റീസ് ഉണ്ട്. അബ്സ്ട്രാക്ഷൻ, ഇൻഹെറിറ്റൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ വെബ് ആപ്ലിക്കേഷനോ സെർവർ ആപ്ലിക്കേഷനോ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഒരുപാട് ഡിസൈൻ പാറ്റേൺസ് ഉണ്ട്. അതായത് പൊതുവേ വരാൻ സാധ്യതയുള്ള, നമ്മൾ വെബ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നേരിടാൻ സാധ്യതയുള്ള ഒരുപാട് സെനേരിയോസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഡിസൈൻ പാറ്റേൺസ് ഉണ്ട്. അതൊക്കെ യൂസ് ചെയ്യാൻ എന്ത് ചെയ്യാം, ക്ലാസ്സസ് യൂസ് ചെയ്യാം. അപ്പോൾ ക്ലാസ്സസ് ആണ് കുറച്ചും കൂടെ എന്താ പറയുക, കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ആപ്ലിക്കേഷനൊക്കെ എഴുതുന്ന സമയത്ത് നമുക്ക് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ക്ലാസ്സസ് യൂസ് ചെയ്യേണ്ട പല ആവശ്യങ്ങളും വരും. ഇപ്പോൾ ഒരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പല യൂസേഴ്സ് അറ്റ് എ ടൈം ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ടാവും. ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ചില ഇൻസ്റ്റൻസ്, ഇപ്പോൾ സോക്കറ്റാണെന്ന് വിചാരിച്ചു. അപ്പോൾ സോക്കറ്റ് ഇൻസ്റ്റൻസ് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരേ ഇൻസ്റ്റൻസ് തന്നെ മൾട്ടിപ്പിൾ യൂസേഴ്സിന് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു കേസിൽ യൂസ് ചെയ്യുന്നൊരു ഡിസൈൻ പാറ്റേൺ ആണ് സിംഗിൾട്ടൺ ഡിസൈൻ പാറ്റേൺ എന്ന് പറയുന്നത്. ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലാസ്സസ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്ലാസ് എങ്ങനെ ഡിഫൈൻ ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ ആക്ച്വലി ക്ലാസ് എന്ന് പറഞ്ഞൊരു കീവേഡ് ഉണ്ട്. അപ്പോൾ ക്ലാസ് എന്ന് പറഞ്ഞ കീവേഡ് എഴുതി ജസ്റ്റ് നമ്മൾ ക്ലാസ്സിനൊരു പേര് കൊടുക്കുന്നു. ഞാൻ ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞ ഒരു പേര് കൊടുക്കും. എന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്യും, കേളി ബ്രേസസ് ഓപ്പൺ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഒരു ക്ലാസ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. ക്ലാസ് എന്ന് പറയുന്നത് ഒരു ടെംപ്ലേറ്റ് ആണ്. ടെംപ്ലേറ്റ് എന്ന് പറയുന്ന സമയത്ത് ഇത് നമുക്ക് ഡിഫറെൻറ്റ് പർപ്പസസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതായത് ഇതിൻ്റെ ഡിഫറെൻറ്റ് ഇൻസ്റ്റൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലാസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഗ്രൂപ്പ് ഓഫ് പ്രോപ്പർട്ടീസും അതേപോലെ തന്നെ ഗ്രൂപ്പ് ഓഫ് മെത്തേഡ്സും ആണ്. മെത്തേഡ് എന്ന് പറയുന്ന സമയത്ത് ക്ലാസിൻ്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷനെ മെത്തേഡ് എന്നാണ് പറയുക. അതേപോലെ തന്നെ ക്ലാസിൻ്റെ ഉള്ളിൽ അതിന് വേണ്ടിയിട്ട് ക്ലാസിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ചില പ്രോപ്പർട്ടീസ് ഉണ്ടാവും, വേരിയബിൾസ് ഉണ്ടാവും. അതിനെയാണ് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഇൻസ്റ്റൻസ് വേരിയബിൾസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ക്ലാസ് ഇങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. ഇനി ക്ലാസ്സിനെ എങ്ങനെ യൂസ് ചെയ്യാം? ക്ലാസ്സിനെ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു വേറെ എഴുതുന്നു, ലെറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതുന്നു. ഇനി ഫസ്റ്റ് ക്ലാസ് ഒബ്ജക്റ്റ് ന്യൂ ഫസ്റ്റ് ക്ലാസ് ഓഫ്. ഇങ്ങനെയാണ് നമ്മളൊരു ക്ലാസ്സിൻ്റെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യും. ഈ ക്ലാസ്സിൻ്റെ ഒരു ഇൻസ്റ്റൻസിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാസ് എന്ന് പറഞ്ഞ ടെംപ്ലേറ്റിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റാണ് എന്താ പറയുന്നത് ഈ ഒബ്ജക്റ്റ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ഇൻസ്റ്റൻസ്, ക്ലാസ്സിൻ്റെ ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ന്യൂ എന്ന് പറഞ്ഞ കീവേഡ് വെച്ചിട്ടാണ്. ന്യൂ എന്ന് പറയുന്ന കീവേഡ് എവിടെ കണ്ടാലും മനസ്സിലാക്കണം, നമ്മളൊരു ക്ലാസ്സിനെ വിളിക്കുന്ന സമയത്താണ് ന്യൂ എന്ന് പറഞ്ഞ കീവേഡ് ഉപയോഗിക്കുന്നത്. ന്യൂ എന്ന് പറയുന്ന കീവേഡ് വെച്ച് ഒരു ക്ലാസ് വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റൻസ് ആണ് ആക്ച്വലി ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ കോൺസെപ്റ്റാണ് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ. കൺസ്ട്രക്ടർ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞൊരു കീവേഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൺസ്ട്രക്ടറിനെ വിളിക്കാം. അതിനുശേഷം
ഓക്കെ, ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്ലാസ് നമ്മൾ വിളിക്കുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കോളാകുന്നൊരു ഫംഗ്ഷനാണ് കൺസ്ട്രക്ടർ. അതായത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലെ ഫംഗ്ഷൻ ഒന്നും നമ്മൾ എന്ത് ചെയ്യും, വേറിട്ട് വിളിക്കേണ്ട കാര്യമില്ല. നമ്മൾ ജസ്റ്റ് ഇനീഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് അവിടെ കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞൊരു കീവേഡ് കണ്ടു കഴിഞ്ഞാൽ, കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞൊരു പോർഷൻ കണ്ടു കഴിഞ്ഞാൽ ഇനീഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും, ഇത് ജസ്റ്റ് കൺസ്ട്രക്ടർ റൺ ആവും. അതിന് വേണ്ടിയിട്ടാണ് ഈ കൺസ്ട്രക്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെവിടെയാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചില കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ചില തേർഡ് പാർട്ടി ടൂൾസൊക്കെ ആക്സസ് ചെയ്യേണ്ടി വരും. ഞാൻ ഒരു സെനാരിയോ മാത്രമേ പറയുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി ടൂൾസൊക്കെ ആക്സസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, ഓതൻറ്റിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഓതൻറ്റിക്കേറ്റ് ചെയ്യുന്ന ലോജിക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കൺസ്ട്രക്ടറിൻ്റെ ഉള്ളിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒന്നും വിളിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇനീഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും, അത് ഓതൻറ്റിക്കേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുക, ഓതൻറ്റിക്കേറ്റ് ചെയ്ത ഓതൻറ്റിക്കേഷൻ കോഡോ ആക്സസ് ടോക്കണോ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഉള്ളിലുള്ള മറ്റു മെത്തേഡ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് കുറച്ച് റിയൽ വേൾഡ് എക്സാമ്പിൾ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു യൂസ് കേസ് നോക്കാം. ജസ്റ്റ് ഒരു പ്രോഗ്രാം നമുക്ക് നോക്കാം. ഞാനൊരു സോങ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഇവിടെ വിളിക്കുകയാണ്. എന്നിട്ട് ഇവിടെ ഞാൻ ഇനീഷ്യലൈസ് ചെയ്യാണ് സ്റ്റാറ്റസ്. അപ്പോൾ നിങ്ങളിവിടെ കണ്ടു ദിസ് ഡോട്ട് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചു. ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി മെൻഷൻ ചെയ്യുന്നത് ഈ ക്ലാസ്സിനെയാണ്. അതായത് ക്ലാസ്സിൻ്റെ വേരിയബിളാണ് സ്റ്റാറ്റസ് എന്നാണ് ഇത് ജസ്റ്റ് കാണിക്കുന്നത്. അതായത് ദിസ് ഡോട്ട് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ക്ലാസ് വേരിയബിളാണ്. സ്റ്റാറ്റസ് എന്ന് പറയുന്ന ക്ലാസ് വേരിയബിളാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും ഈ ദിസ് ഡോട്ട് സ്റ്റാറ്റസിന് ഏത് മെത്തേഡ് നമ്മൾ ഇതിനുള്ളിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിനെ നേരിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചെയ്യുന്ന സ്റ്റാറ്റസ് ഫോൾസ് ആണ്. ഇനി നമുക്ക് രണ്ട് മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ജസ്റ്റ് എന്ത് ചെയ്യുക, പ്ലേ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വിളിക്കുകയാണ്. പ്ലേയിൻ്റെ ഉള്ളിൽ console.log song started അതിൻ്റെ വേണം എന്ത് ചെയ്യാം, ഈ സ്റ്റാറ്റസ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ട്രൂ ആക്കി പ്ലേ ചെയ്ത് തുടങ്ങി. ഓക്കെ, നമുക്കിവിടെ എന്ത് ചെയ്യാം, സ്റ്റോപ്പ് കൊടുക്കാം. സ്റ്റോപ്പ്ഡായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫോൾസ് കൊടുക്കാം. ഇനി വേറൊരു മെത്തേഡും കൂടെ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ്, ഗെറ്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ console.log സ്റ്റാറ്റസ് ഞാൻ പ്രിൻ്റ് ചെയ്യുന്നു. ദിസ് ഡോട്ട് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു. ഇനി നേരെ നമുക്ക് ഒരു മെത്തേഡ് കോൾ ചെയ്ത് നോക്കാം. ഓക്കെ, സോങ് ഒബ്ജക്റ്റ് ഡോട്ട് പ്ലേ, സോങ് ഒബ്ജക്റ്റ് ഡോട്ട് സ്റ്റോപ്പ്, സോങ് ഒബ്ജക്റ്റ് ഡോട്ട് ഗെറ്റ് സ്റ്റാറ്റസ്. അപ്പോൾ ഞാൻ ഈ ഗെറ്റ് സ്റ്റാറ്റസ് എന്നുള്ള ലൈന് ഇതിൻ്റെ ഉള്ളിലും കൂടെ കൊടുക്കുകയാണ്, എവിടെയും കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. ജസ്റ്റ് ഞാനിവിടെ ബ്രേക്ക് പോയിൻ്റ് ആഡ് ചെയ്യാണ്. ബ്രേക്ക് പോയിൻ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈനിൽ എക്സിക്യൂഷൻ എത്തുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ആവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് തന്നെ ഇവിടെ വന്ന് സ്റ്റോപ്പായി. എന്നിട്ട് കൺസ്ട്രക്ടറിൻ്റെ ഉള്ളിൽ പോയി ദിസ് ഡോട്ട് സ്റ്റാറ്റസ് ആയി. എന്നിട്ട് ഡീബഗ് കൺസോൾ ഓപ്പൺ ചെയ്യട്ടെ. അപ്പോൾ സ്റ്റാറ്റസ് ഈക്വൽ ടു ഫോൾസ് എന്ന് പറഞ്ഞാൽ ആദ്യം പ്രിൻ്റായി. ഇനി പ്ലേ വിളിക്കുന്ന സമയത്ത് സോങ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ് പ്ലേ ചെയ്തു. പിന്നെ സ്റ്റാറ്റസ് വിളിക്കുകയാണ്. സ്റ്റാറ്റസ് വിളിക്കുന്ന സമയത്ത് നോക്കുന്ന സമയത്ത് ട്രൂ ആയി, കാരണം നമ്മൾ എന്ത് ചെയ്തു, പ്ലേ ക്ലിക്ക് ചെയ്തു. ഇനി സ്റ്റോപ്പ് ഞെക്കുകയാണ്, സോങ് സ്റ്റോപ്പ്ഡ് എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ ഗെറ്റ് സ്റ്റാറ്റസ് വിളിക്കുന്ന സമയത്ത് സ്റ്റാറ്റസ് കണ്ടോ, ഫോൾസ് ആയി. ഇങ്ങനെയാണ് നമ്മളൊരു ക്ലാസ്സിനെ വിളിക്കുന്നത്, ക്ലാസ്സിൻ്റെ ഉള്ളിലുള്ള ഫങ്ഷൻസിനെ വിളിക്കുന്നത്.
ഓക്കെ, ഇനി ക്ലാസ്സിലുള്ള മെയിനായിട്ടുള്ളൊരു ഫങ്ഷനാലിറ്റിയാണ് ആക്ച്വലി ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫംഗ്ഷനുള്ള ഒരു ക്ലാസ്സിലുള്ള ഡീറ്റെയിൽസ് എന്ത് ചെയ്യാം, രണ്ടാമത്തെ ക്ലാസ്സിൽ യൂസ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ജസ്റ്റ് ഒരു ക്ലാസ് ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്, ജസ്റ്റ് എംപ്ലോയി. ഇതൊരു പാരൻ്റ് ക്ലാസ്സാണ്. സോറി, നമുക്കിത് പരാന്തസിൻ്റെ ആവശ്യമില്ല. സോ ഞാനൊരു കൺസ്ട്രക്ടർ എടുക്കുകയാണ്. കൺസ്ട്രക്ടറിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, പാരാമീറ്റേഴ്സ് പാസ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് പൊസിഷൻ സാലറി, this dot position equal to position, this dot salary equal to salary. അപ്പോൾ എംപ്ലോയീസ് എന്ന് പറയുന്ന സമയത്ത് ഒരു സ്ഥാപനത്തിൽ എംപ്ലോയി എന്ന് പറയുന്ന സമയത്ത് പലതരത്തിലുള്ള എംപ്ലോയീസ് ഉണ്ടാവും. ഒരു ഹോട്ടൽ കേസാണ് എടുക്കുന്നതെങ്കിൽ അവിടെ ഷെഫ് ഉണ്ടാവും, വെയിറ്റർ ഉണ്ടാവും, മാനേജർ ഉണ്ടാവും, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എംപ്ലോയീസ് ഉണ്ടാവും. അതേപോലെ തന്നെ റിയൽ വേൾഡിലും ഇതേപോലെ തന്നെ ചില യൂസ് കേസ് വരും. അതായത് ഒരു ഫങ്ഷൻസ്, ഒരു സെറ്റ് ഓഫ് ഫങ്ഷൻസ് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മറ്റ് പല കേസുകളിലും റീയൂസ് ചെയ്യേണ്ടി വരും. ആ ഒരു കേസിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ മെത്തേഡ്സ് യൂസ് ചെയ്യാം. അപ്പോൾ രണ്ട് മെത്തേഡ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ എഴുതുകയാണ്. അതായത് എനിക്ക് പൊസിഷൻ കിട്ടണം, ഗെറ്റ് പൊസിഷൻ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ കൺസോൾ ചെയ്ത് കാണിക്കുകയാണ്. പൊസിഷൻ ഈസ് this dot position. Okay, ഇനി get salary. My salary is എന്ന് പറഞ്ഞിട്ട് this dot salary കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ എംപ്ലോയിൻ്റെ ഉള്ളിൽ രണ്ട് മെത്തേഡും നമ്മൾ എന്ത് ചെയ്തു, ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് മറ്റൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ക്ലാസ് ഷെഫ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഷെഫിൻ്റെ ഉള്ളിൽ എന്താ ചെയ്യുന്നത്, ഇത് എക്സ്റ്റെൻഡ് ചെയ്യാണ്. എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞ വേരിയബിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് ചെയ്യുന്നത് ക്ലാസ്സിൽ. അപ്പോൾ അതായത് എംപ്ലോയിയാണ് പാരൻറ്റ്, ഇത് ചൈൽഡാണ്. ഈ ചൈൽഡ് എംപ്ലോയി പാരൻറ്റിലുള്ള കുറച്ച് മെത്തേഡ്സ് അല്ലെങ്കിൽ കുറച്ച് ഡാറ്റാസ് ഇൻഹെറിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, എംപ്ലോയി. എന്നിട്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമുക്ക് 3 കാര്യങ്ങൾ കിട്ടും. ഫസ്റ്റ് സ്പെഷ്യലൈസേഷൻ, പൊസിഷൻ, സാലറി. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യും, സൂപ്പർ എന്ന് പറഞ്ഞിട്ട്, അതായത് സൂപ്പർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു പാരൻ്റ് ക്ലാസ്സിനെ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു ചൈൽഡ് ക്ലാസ് ഇൻഹെറിറ്റൻസിൻ്റെ ഉള്ളിൽ സൂപ്പർ എന്ന് പറഞ്ഞ ക്ലാസ് വിളിക്കണം. സൂപ്പർ എന്ന് പറയുന്ന ക്ലാസ്സിനെ വിളിക്കുന്ന സമയത്ത് ഇതിൻ്റെ പാരൻറ്റിലുള്ള ഡീറ്റെയിൽസ് ഫുൾ എന്ത് ചെയ്യും, ഇൻസ്റ്റാൻഷിയേറ്റ് ആവും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പൊസിഷൻ ആൻഡ് സാലറി ഇതിലൂടെ പാസ് ചെയ്യാണ്. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടിയാണ് സ്പെഷ്യലൈസേഷൻ. അപ്പോൾ സ്പെഷ്യലൈസേഷൻ ഇവിടെ കൊടുത്തു. അതിനുശേഷം ഒരു മെത്തേഡ് ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്, get specialization is in this dot specialization. ഓക്കെ, ഇനി ഞാനിവിടെ ഷെഫിൻ്റെ ഒരു ക്ലാസ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. This let me clear this one. Chef object equal to new chef എന്ന് പറഞ്ഞ് കുറച്ച് ഡാറ്റാസ് പാസ് ചെയ്യണം. ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യണം, എനിക്ക് സ്പെഷ്യലൈസേഷൻ കൊടുക്കണം. സ്പെഷ്യലൈസേഷൻ ജസ്റ്റ് ഞാൻ ABC എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. എന്നിട്ട് പൊസിഷൻ ഷെഫ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. സാലറി
10,000 പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ എംപ്ലോയി 1 എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, ഇതേപോലെ തന്നെ എനിക്ക് എന്ത് ചെയ്യാം, വേറെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. അതായത് ഇവിടെ എനിക്ക് എന്ത് ചെയ്യാം, വെയിറ്റർ എന്ന് പറഞ്ഞു കൊടുക്കാം. വെയിറ്റർ എന്ന് പറഞ്ഞു കൊടുത്ത് സ്പെഷ്യലൈസേഷന് പകരം എന്ത് ചെയ്യാം, ടേബിൾസ്. അതായത് വെയിറ്റർ ഏതൊക്കെ ടേബിളാണോ നോക്കുന്നത് ആ ടേബിൾസിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ. അപ്പോൾ എനിക്ക് ലെറ്റ് എംപ്ലോയി 2 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ന്യൂ വെയിറ്റർ ഓഫ്, ആദ്യം തന്നെ നമ്മൾ ടേബിൾ കൊടുക്കുകയാണ്. 1 2 2 3 4 ഈ ടേബിൾസാണ്. 1 2 3 അത് 4 ടേബിളാണ് ഈ വെയിറ്റർ നോക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് പൊസിഷൻ കൊടുക്കാം, വെയിറ്റർ, ദെൻ സാലറി 5,000. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇത് വിളിച്ച് നോക്കി നോക്കാം. ആദ്യം എംപ്ലോയി 1നെ വിളിക്കുകയാണ്. എംപ്ലോയി 1 ഡോട്ട് ഗെറ്റ് പൊസിഷൻ, ഗെറ്റ് സാലറി ഫസ്റ്റ് വിളിച്ചു. അതിനുശേഷം എംപ്ലോയി 1 ഡോട്ട് സ്പെഷ്യലൈസേഷൻ വിളിക്കും. ഇനി എംപ്ലോയി 2 ഡോട്ട് ഗെറ്റ് സാലറി, എംപ്ലോയി 2 ഡോട്ട് ഗെറ്റ് ടേബിൾസ്. ഇനി നമുക്ക് നോക്കി നോക്കാം ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെറ്റ് സാലറി എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് നേരെ എവിടെ ചെല്ലും നമുക്ക് നോക്കാം. അതായത് നമ്മൾ ഷെഫ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്, അതിനെ എംപ്ലോയി എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എംപ്ലോയി എന്ന് പറയുന്ന ക്ലാസ്സിലാണ് ഗെറ്റ് പൊസിഷനും ഗെറ്റ് സാലറി ഉള്ളത്. നമ്മൾ വിളിക്കുന്നത് ഷെഫ് എന്ന് പറഞ്ഞ ക്ലാസ്സിനെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് എംപ്ലോയി 1ൽ പോയി, എംപ്ലോയി 2ൽ പോയി. ഓക്കെ, എംപ്ലോയി സ്പെഷ്യലൈസേഷൻ നോട്ട് എ ഫങ്ഷൻ, എംപ്ലോയി ഡോട്ട് ഓക്കെ ഗെറ്റ് സ്പെഷ്യലൈസേഷൻ ആണ്. അപ്പോൾ ഇവിടെ വിളിച്ചത് മാറിപ്പോയതാണ്. ഗെറ്റ് സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ വിളിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നും കൂടെ റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ നമുക്ക് കിട്ടി, മൈ സാലറി ഈസ് 10,000, മൈ സ്പെഷ്യലൈസേഷൻ ഈസ് ഇൻ ABC. അപ്പോൾ എംപ്ലോയി 1ൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ എംപ്ലോയി 2ൻ്റെ ഡീറ്റെയിൽസും നമുക്ക് കിട്ടി. അതൊക്കെ ടേബിളാണ്, 1 2 3 4 എന്ന് പറഞ്ഞ ടേബിളാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് ഡീറ്റെയിൽസ് ക്ലാസ്സിൽ എക്സ്റ്റെൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, അതായത് ഇൻഹെറിറ്റൻസ്, ഇങ്ങനെയാണ് നമുക്ക് ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്തിട്ട് ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യാനും അതിൻ്റെ അകത്തുള്ള പ്രോപ്പർട്ടീസ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് സ്റ്റാറ്റിക് ഫംഗ്ഷൻ. നമുക്കിപ്പോൾ ഗെറ്റ് ടേബിളിനെ നമുക്ക് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ് കൊടുക്കാം. സ്റ്റാറ്റിക് ഫംഗ്ഷൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാതെ തന്നെ സ്റ്റാറ്റിക് ഫംഗ്ഷൻ നമുക്ക് നേരിട്ട് വിളിക്കാൻ പറ്റും. ഓക്കെ, നമുക്കത് നോക്കി നോക്കാം എങ്ങനെയാണെന്ന്. ഇപ്പോൾ നമ്മൾ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ അതിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു മെത്തേഡിനെ ഡയറക്റ്റായിട്ട് വിളിക്കാം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് വിളിക്കുക നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. ജസ്റ്റ് നമ്മൾ ക്ലാസ്സിൻ്റെ പേര് കൊടുക്കുക, ഡോട്ട് ഗെറ്റ് ടേബിൾസ്. ഈ ഒരു കേസിൽ ഇത് കൺസ്ട്രക്ടർ ഒന്നും റൺ ആവുന്നില്ല, ജസ്റ്റ് ആ സ്റ്റാറ്റിക് ഫംഗ്ഷൻ മാത്രം റൺ ആവും. ഓക്കെ, കണ്ടോ, മൈ ടേബിൾസ് ആർ അൺഡിഫൈൻഡ് ബിക്കോസ് ദർ ഇസ് നോ ടേബിൾസ് ഇൻ ഇറ്റ്. നമ്മൾ കൺസ്ട്രക്ടർ റൺ ചെയ്തില്ല, കൺസ്ട്രക്ടർ റൺ ചെയ്ത് അതിൽ ടേബിൾസിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്താൽ മാത്രമേ നമുക്കിവിടെ കിട്ടൂ. ഇതെവിടെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കേസിൽ നമുക്കിങ്ങനെ വരും. അതായത് നമുക്ക് ക്ലാസ്സിൻ്റെ ഇൻസ്റ്റൻസ് ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ട, പക്ഷേ ചില ഫംഗ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യണം. ആ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് തന്നെ ക്ലാസ്സിൻ്റെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് അത് യൂസ് ചെയ്യാം. ഓക്കെ, സ്റ്റാറ്റിക് ടേബിൾ ഫംഗ്ഷൻ, ഇവിടെ സ്റ്റാറ്റിക് ടേബിൾ ഫംഗ്ഷൻ ഇങ്ങനെയാണ് നമ്മൾ വിളിക്കുന്നത്. ഇപ്പോൾ
നമ്മൾ സ്റ്റാറ്റിക് അല്ലാതെ കൊടുത്തിരിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഗെറ്റ് സ്പെഷ്യലൈസേഷൻ. ഓക്കെ, ഷെഫിൽ അത് നമുക്ക് ജസ്റ്റ് വിളിച്ച് നോക്കാം. ഷെഫ് ഗെറ്റ് സ്പെഷ്യലൈസേഷൻ കണ്ടോ, ഇവിടെ എറർ അടിച്ചു. ഷെഫ് ഗെറ്റ് സ്പെഷ്യലൈസേഷൻ ഈസ് നോട്ട് എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വരുന്നത്. അതായത് ഈ ഷെഫിൻ്റെ ഒരു ക്ലാസ് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്കത് വിളിക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ക്ലാസ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. നെക്സ്റ്റ് ആയിട്ടുള്ള മെയിനായിട്ടുള്ള കാര്യമാണ് ഇറ്ററേറ്റേഴ്സ് ആൻഡ് ജനറേറ്റേഴ്സ്. എന്തിനാണ് ഈ ഇറ്ററേറ്ററും ജനറേറ്ററും യൂസ് ചെയ്തത്? നമ്മൾ ആദ്യം പഠിച്ചു ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പല ഇറ്ററേറ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ്, ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഫോർ ഓഫ് എന്നൊക്കെ പറഞ്ഞ് കുറേ നമ്മൾ ഇറ്ററേറ്റിംഗ് ഫങ്ഷൻസ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഏകദേശം അതേപോലെയാണ് ഇതിൻ്റെ വർക്കിങ്ങും, പക്ഷേ കുറച്ച് വ്യത്യാസമുണ്ട്. അതായത് ഇറ്ററേറ്ററും ജനറേറ്റർ എന്ന് പറയുന്ന സമയത്ത് ഇത് ആക്ച്വലി ഈ ഒരു ഫ്ലോയിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു ഫോർ ലൂപ്പിൽ കയറി കഴിഞ്ഞാൽ ഒരു 10 സംഖ്യ പ്രിൻറ്റ് ചെയ്യാനുള്ളൊരു ഫോർ ലൂപ്പിൽ കയറി കഴിഞ്ഞാൽ അത് അറ്റ് എ ടൈമാണ് റൺ ചെയ്യുക. അത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അതിൻ്റെ അകത്തേക്ക് പോയി പകുതിയിൽ നിന്നൊന്നും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഒരു 10 സംഖ്യ നമ്പർ ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ 10 സംഖ്യ ഒറ്റയടിക്ക് അത് റണ്ണാവും. ഓക്കെ, പക്ഷേ ഇറ്ററേറ്ററിൻ്റെയും ജനറേറ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 10 നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നാമത്തെ നമ്പർ പ്രിൻറ്റ് ചെയ്യാം. ഇനി അടുത്തത് എപ്പോഴാണോ വേണ്ടത് ആ സമയത്ത് മാത്രം അടുത്തത് നമ്മൾ എന്താ പറഞ്ഞാൽ റൺ ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ എപ്പോഴാണോ ഫസ്റ്റ് നമ്പർ വേണ്ടത് ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ആ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇറ്ററേറ്റർ ജനറേറ്റർ. എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒന്നാണ് ലേസി വാല്യുവേഷൻ. ലേസി വാല്യുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് തന്നെ എല്ലാ ഡാറ്റയും സ്റ്റോർ ചെയ്യാതെ നമുക്ക് വേണ്ട സമയത്ത് മാത്രം ഇവാലുവേഷൻ നടത്തുന്നതിനാണ് ലേസി ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അത് കുറച്ചും കൂടെ ഫ്രണ്ട് ആൻഡ് കൺസെപ്റ്റ് ഒക്കെ പഠിക്കുന്ന സമയത്ത് മനസ്സിലാവും. ഇപ്പോൾ ഒരു വെബ്സൈറ്റിൻ്റെ ഒരുപാട് കോമ്പണൻസ് ഉണ്ട്. അപ്പോൾ ഈ എല്ലാ കോമ്പണൻസും ഫസ്റ്റ് തന്നെ ലോഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഫസ്റ്റ് തന്നെ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലി ഒരുപാട് ടൈം എടുക്കും എല്ലാം ലോഡ് ചെയ്ത് വരുന്ന സമയത്ത്. അപ്പോൾ എന്ത് ചെയ്യും, ആദ്യം കിട്ടുന്നതിനെ ലോഡ് ചെയ്യുക, അതേ സമയത്ത് മറ്റ് കോമ്പണൻസിന് എന്തെങ്കിലും ലോഡറോ അങ്ങനത്തെ എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ കൊടുക്കുക. അങ്ങനെ ലേസി ഓരോന്ന് ലോഡ് ചെയ്ത് വരുന്നതിന് അനുസരിച്ച് മാത്രം വ്യൂ ചെയ്യുക. ഇതിനാണ് ലേസി ലോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ കേസിൽ ലേസി ഇവാലുവേഷനാണ്. പിന്നെ കോഡ് റീയൂസബിലിറ്റി. ഇതെന്ത് ചെയ്യാം, നമ്മളൊരു ഇറ്ററേറ്റർ നമ്മളൊരു ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പല സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അറ്റ് എ ടൈം മാത്രമല്ല, ഇത് പല സെനേരിയോസിന് നമുക്ക് എന്ത് ഇറ്ററേറ്ററും ജനറേറ്ററും റീയൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അസിൻക്രണസ് ഇറ്ററേഷൻ. നമുക്ക് ഈ അസിൻക്രണസ് ആയിട്ട് പല ഓപ്പറേഷൻസും ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ നമുക്ക് ഒരു ബാക്ക് എൻഡിൽ നിന്ന് ഒരു കോഡ് വിളിക്കുകയാണ്, ഒരു 100 ഡാറ്റ നമുക്ക് കിട്ടുന്നുണ്ട് ബാക്ക് എൻഡിൽ നിന്ന്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യാം, അസിൻക്രണസ് ആയിട്ട് നമുക്ക് ഇത് വിളിച്ചിട്ട് വേണ്ട ഡാറ്റ മാത്രം എടുക്കാം. അങ്ങനെയുള്ള കേസാണ് അസിൻക്രണസ് ഇറ്ററേഷൻ. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള ബെനിഫിറ്റാണ്, അഡ്വാൻറ്റേജാണ് ഇംപ്രൂവ് പെർഫോമൻസ്. അതായത് ഇത് ഒരുപാട് രീതിയിൽ നമുക്ക് പെർഫോമൻസ് കൂട്ടാൻ സഹായിക്കും. ചില കേസിൽ ഇപ്പോൾ വലിയ ഹെവി CPU ഇൻറ്റൻസീവ് ആയിട്ടുള്ള പല ഓപ്പറേഷൻസും വരും. അപ്പോൾ നമ്മൾ ഫോർ ലൂപ്പൊക്കെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 100 ലൂപ്പൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ടൈം എടുക്കും. അതിന് പകരം എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യമുള്ള ഡാറ്റ മാത്രം ഇവാലുവേറ്റ് ചെയ്തെടുക്കാം. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, പെർഫോമൻസ് കൂടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇറ്ററേറ്ററും ജനറേറ്ററും എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. ഇറ്ററേറ്റർ ആക്ച്വലി നമുക്ക് രണ്ട് രീതിയിൽ ഡിഫൈൻ ചെയ്യാം. ഒന്ന് നമുക്ക് കസ്റ്റമായിട്ട് തന്നെ ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ സിമ്പിൾ ഡോട്ട് ഇറ്ററേറ്റർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. അത് വെച്ച് നമുക്ക് ഇറ്ററേറ്റർ ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ കസ്റ്റമായിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഫംഗ്ഷൻ ഇറ്ററേറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. ജസ്റ്റ് ലെറ്റ് ഇൻഡെക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അതിനുശേഷം റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണ്. റിട്ടേൺ കേളി ബ്രേസസ് ഇട്ടതിന് ശേഷം ഇതിൻ്റെ അകത്ത് നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഞാൻ ഡിഫൈൻ ചെയ്യാണ്. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ട് ഞാൻ കസ്റ്റമായിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാണ്. ഓക്കെ, ഇവിടെ ഞാൻ പാരാന്തസിസ് വിട്ടുപോയി. ഓക്കെ, എഫ് ഇൻഡെക്സ് ലെസ് ദാൻ അറേ. അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്ന ഇറ്ററബിൾ, നമുക്ക് പലതരത്തിലുള്ള ഇറ്ററബിൾ പാസ് ചെയ്യാം. ഒന്നുകിൽ അറയോ ഒബ്ജക്റ്റോ എന്ത് വേണമെങ്കിലും പാസ് ചെയ്യാം. അപ്പോൾ ഈ കേസിൽ ഞാൻ അറേയാണ് പാസ് ചെയ്യുന്നത്. ലെങ്ത്ത് എടുത്തു, അതിനുശേഷം ലെങ്ത്ത് ഇൻഡെക്സ് അറേ ഡോട്ട് ലെങ്ത്തിനെ കാട്ടിയും അറേയിലുള്ള ഡാറ്റേനെ കാട്ടിയും ചെറുതാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടേൺ വാല്യൂ കോമ ഡൺ. ഡൺ ഫോൾസ് ആയിരിക്കും.
വാല്യൂ അറേ ഓഫ് ഇൻഡെക്സ് പ്ലസ് പ്ലസ്. ഇതാണ് നമ്മുടെ ഫങ്ഷൻ. ഓക്കെ, ഇനി ഒരു യൂസ് കേസ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൽസ് കേസിൽ എന്ത് സംഭവിക്കണം. എൽസ് കേസ് അഥവാ ഈ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അറേ ഡോട്ട് ലെങ്ത്തിനെക്കാട്ടിയും കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, റിട്ടേൺ ഡൺ ഈക്വൽ ടു ട്രൂ ആൻഡ് വാല്യൂ ഈക്വൽ ടു അൺഡിഫൈൻഡ്. നമ്മളൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഓൾറെഡി അൺഡിഫൈൻഡ് ആയിരിക്കും, അത് റിട്ടേൺ ചെയ്യാം. ഓക്കെ, അവിടെ ഒരു കളി ബ്രേസ് മിസ്സായി. ഓക്കെ, പിന്നെ നമുക്കൊരു അറേ ഡിഫൈൻ ചെയ്യാം. const array equal to 1 3 5 6, then iterator values equal to iterator of array പാസ് ചെയ്യാണ്. ഇനി ഞാൻ കൺസോൾ ചെയ്യണം. എങ്ങനെയാണ് ഇത് പ്രിൻ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇറ്ററേറ്റർ ഡോട്ട് നെക്സ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, അതായത് നമ്മൾ നെക്സ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എപ്പോഴാണ് വിളിക്കുക അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ നെക്സ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ പോയിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് പ്രാവശ്യം നെക്സ്റ്റ് വിളിക്കുന്ന സമയത്ത് ഫസ്റ്റ് ടൈം ഇത് റൺ ആവും, എന്നിട്ട് അവിടെ പോസ് ആവും. എന്നിട്ട് പിന്നീട് എപ്പോഴാണ് നെക്സ്റ്റ് വിളിക്കുന്നത് ആ സമയത്ത് മാത്രമേ അടുത്ത നെക്സ്റ്റ് വർക്ക് ആവും. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. നമുക്ക് ഇവിടെയും കുറച്ച് ബ്രേക്ക് പോയിൻറ്റ്സ് ആഡ് ചെയ്യാം, നമുക്ക് ഫ്ലോ മനസ്സിലാവും. ഓക്കെ, നമുക്കിവിടെ 4 വാല്യൂസ് ഉണ്ട്, നമുക്കിവിടെ ഒരു 5 വാല്യൂസ് കൊടുത്ത് നോക്കാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഇറ്ററേറ്ററിൻ്റെ ഉള്ളിൽ ചെന്നു, ഫസ്റ്റ് കൺസോൾ ഡോക്കിൽ പോയി നെക്സ്റ്റ് വാല്യൂ വിളിച്ചു. ഓക്കെ, ഇറ്ററേറ്റർ ഡോട്ട് നെക്സ്റ്റ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇറ്ററേറ്റർ നേരിട്ടാണ് വിളിച്ചത്, പക്ഷേ നമ്മൾ ഇറ്ററേറ്റർ വാല്യൂസാണ് ഡിഫൈൻ ചെയ്യേണ്ടത്, വിളിക്കേണ്ടത്. ഓക്കെ ഓക്കെ നമ്മൾ ഇറ്ററേറ്റർ വാല്യൂസ് വിളിച്ചു. ഇനി നമ്മൾ നേരെ ഇറ്ററേറ്ററിൻ്റെ ഉള്ളിൽ പോയി ഫസ്റ്റ് കൺസോളിൽ പോയി ഫസ്റ്റ് ഇൻഡെക്സിൻ്റെ ഉള്ളിൽ പോവാണ്. അപ്പോൾ ഇൻഡെക്സ് അറേ ഡോട്ട് ലെങ്ത്തിനെക്കാട്ടിയും ചെറുതാണോ? യെസ്. അപ്പോൾ അത് റിട്ടേൺ ചെയ്തു. ഓക്കെ, ഫസ്റ്റ് നമുക്ക് വാല്യൂ 1 എന്ന് പറഞ്ഞ് കിട്ടി. ഇനി രണ്ടാമത് ഇത് വിളിക്കുന്ന സമയത്ത് രണ്ടാമത്തെ വാല്യൂ എന്താണ്? 3 അതും നമുക്ക് കിട്ടി. ഓക്കെ, ഇനി അടുത്ത വാല്യൂ എന്താണ്? അടുത്ത നെക്സ്റ്റ് വിളിക്കുന്ന സമയത്ത് അടുത്ത വാല്യൂ കിട്ടി. അടുത്ത നെക്സ്റ്റ് വിളിക്കുന്ന സമയത്ത് അടുത്ത വാല്യൂ കിട്ടി. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് വിളിക്കുന്ന സമയത്ത് എന്താണ്? ഇൻഡെക്സ് ലെസ് ദാൻ അറേ ഡോട്ട് ലെങ്ത് ആണോ? അല്ല. അപ്പോൾ എന്ത് ചെയ്യും? നേരിട്ട് എന്ത് ചെയ്യും? ഈ ജസ്റ്റ് എൽസ് പാർട്ടിലേക്ക് പോകും. ഡൺ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി നമ്മൾ ഇറ്ററേറ്റർ കഴിഞ്ഞോ ഇല്ലയോ, ഇറ്ററേറ്റർ ഫുള്ളായോ ഇല്ലയോ എന്നാണ് ഡണ്ണ് കൊണ്ട് നോക്കുന്നത്. അപ്പോൾ 1 ആയ സമയത്ത് എന്താണ്? കഴിഞ്ഞിട്ടില്ല, ഇറ്ററേറ്റർ ഫുള്ളായിട്ടില്ല, ഫസ്റ്റ് എലമെൻറ്റ് മാത്രമേ ആയിട്ടുള്ളൂ. ഇനി രണ്ടാമതായപ്പോഴും മൂന്നാമതായപ്പോഴും നാലാമതായപ്പോഴും ആയില്ല, ഇത് ഫോൾസ് ആണ്. ഇനി 5ാമത് വിളിക്കുന്ന സമയത്ത് അത് ഫുള്ളായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഡണ്ണ് ട്രൂ എന്ന് പറഞ്ഞ് കിട്ടി. ഓക്കെ, ഇങ്ങനെയാണ് ഇറ്ററേറ്റർ. നമുക്ക് ഇനി മറ്റൊരു രീതി നോക്കാം. അതായത് കസ്റ്റം അല്ലാതെ, കസ്റ്റമായിട്ട് നമ്മൾ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെന്ത് ചെയ്യാം? മോഡിഫൈ ചെയ്യാം. ഓക്കെ, നമുക്ക് അല്ലാത്ത രീതിയിൽ എങ്ങനെയാണ് സംഭവം നോക്കി നോക്കാം. ജസ്റ്റ് അറേ ഓഫ് സിമ്പിൾ ഡോട്ട് ഇറ്ററേറ്റർ ഓഫ് എന്ന് പറഞ്ഞിങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഇറ്ററേറ്റർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, കണ്ടോ വർക്ക് ചെയ്യുന്നത്? ഇങ്ങനെയാണ് ഇറ്ററേറ്റർ സിമ്പിൾ വെച്ച് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ജനറേറ്റർ എന്താണെന്ന് നോക്കാം. ആക്ച്വലി നമ്മൾ ഇറ്ററേറ്ററിൻ്റെ കേസിൽ നോക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഒരു ഇറ്ററബിൾസ് വേണം. ഒന്നിൽ അറയോ ഒബ്ജക്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അതുവഴി ഇറ്ററേറ്റ് ചെയ്യാൻ പറ്റൂ. പക്ഷേ ജനറേറ്ററിൻ്റെ കേസ് നമുക്ക് എങ്ങനെയാണ് നോക്കാം. അതെങ്ങനെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഫംഗ്ഷൻ ഇട്ടതിന് ശേഷം ഒരു സ്റ്റാർ ഇടണം. അതിനുശേഷം നമുക്ക് ജനറേറ്റർ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ജനറേറ്റർ ആൻഡ് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ജസ്റ്റ് ലെറ്റ് ഇൻഡെക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് വൈൽ ഇൻഡെക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആവുന്നവരെ എന്ത് ചെയ്യണം? എനിക്ക്
console.log ചെയ്യണം ഇൻഡെക്സ് പ്ലസ് പ്ലസ്. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ടുള്ള എൻ്റെ ആവശ്യം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു ജനറേറ്റർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ജനറേറ്റർ ഓഫ് നമുക്ക് കൺസോൾ ചെയ്ത് നോക്കി നോക്കാം. ജസ്റ്റ് നമുക്ക് ജനറേറ്റർ വാല്യൂസ് വിളിച്ചു നോക്കാം. ഡോട്ട് നെക്സ്റ്റ്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ yield എന്ന് പറഞ്ഞൊരു കീവേഡ് ഉണ്ട്. എപ്പോഴാണോ yield വിളിക്കുന്നത്, ആ yield എന്ന് വിളിക്കുന്ന സമയത്താണ് എക്സിക്യൂഷൻ എന്ത് ചെയ്തത്, yield എന്ന് വിളിക്കുന്ന സമയത്ത് അത് റിട്ടേൺ ചെയ്യും. അതാണ് നെക്സ്റ്റ് എന്ന് പറഞ്ഞ വാല്യൂൻ്റെ ഉള്ളിൽ yield ആണ് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, yield ഇൻഡെക്സ് പ്ലസ് പ്ലസ്. അപ്പോൾ yield വിളിക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും, ജസ്റ്റ് സ്റ്റോപ്പ് ആവും. നെക്സ്റ്റ് ടൈം നമ്മൾ നെക്സ്റ്റ് വിളിക്കുന്ന സമയത്ത് മാത്രം അത് റണ്ണാവും. ഇത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ആദ്യമേ എക്സിക്യൂട്ട് ചെയ്ത് വെക്കുന്നില്ല. എപ്പോഴാണോ നമ്മൾ നെക്സ്റ്റ് വിളിക്കുന്നത് ആ സമയത്ത് മാത്രമേ ഈ ജനറേറ്റർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എക്സിക്യൂഷൻ നടക്കും. ഓക്കെ, ജനറേറ്റർ വാല്യൂ ഡോട്ട് നെക്സ്റ്റ് ഓഫ്, ജനറേറ്റർ വാല്യൂ ഡോട്ട്. ഓക്കെ, ഇങ്ങനെ കൊടുക്കുകയാണ്. നമുക്ക് ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ ചെന്നു. എപ്പോഴാണ് വിളിക്കുന്നത് ആ സമയത്ത് മാത്രമേ ഈ ജനറേറ്ററിൻ്റെ ഉള്ളിൽ പോകും. ഇനീഷ്യേറ്റ് ചെയ്യുന്ന സമയത്തൊന്നും ഇതിൻ്റെ ഉള്ളിൽ ജനറേറ്ററിൻ്റെ ഉള്ളിൽ പോവേയില്ല, അത് ഇനീഷ്യേറ്റ് ചെയ്യില്ല. ഓക്കെ, എന്നിട്ട് yield വിളിക്കുന്ന സമയത്ത് ജസ്റ്റ് റിട്ടേൺ ചെയ്തു. നമ്മൾ എന്ത് ചെയ്തില്ല, കൺസോൾ ചെയ്തില്ല. നമ്മൾ കൺസോൾ ചെയ്യണം. ഇത് ഫുള്ള് ഞാൻ ഒന്നും കൂടെ ഡിലീറ്റ് ചെയ്യാണ്, ഒന്നും കൂടെ റൺ ചെയ്യാണ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ചെന്നു. ഫസ്റ്റ് yield നമുക്ക് കിട്ടി, സെക്കൻഡ് yield നമുക്ക് കിട്ടി, തേർഡ് yield നമുക്ക് കിട്ടി, ഫോർത്ത് yield കിട്ടി, ഫിഫ്ത്ത് yield കിട്ടി. ഇവിടെയുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇത് കൊടുത്തു, ലിമിറ്റ് കൊടുത്തു. അതുകൊണ്ടാണ് അത് കഴിഞ്ഞതിന് ശേഷം, ലിമിറ്റ് കഴിഞ്ഞതിന് ശേഷം അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞു വന്നത്. ഓക്കെ, ഇനി നമുക്ക് ലിമിറ്റ് കൊടുക്കാതെ നോക്കാം. അതായത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇറ്ററബിളിൻ്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ ഇത് റൺ ചെയ്യും. അപ്പോൾ എത്ര ടൈം വേണമെങ്കിലും നമുക്കൊരു ചിലപ്പോൾ റീയൂസബിളായി യൂസ് ചെയ്യേണ്ട ഒരു ചിലപ്പോൾ കോഡ് ഉണ്ടാവും. അത് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യണം. പക്ഷേ അത് വിളിക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾ റൺ ചെയ്യേണ്ടൂ. ആ ഒരു കേസിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം, ഈ ഒരു ലോജിക്ക് നമുക്ക് യൂസ് ചെയ്യാം. കണ്ടോ, ഫസ്റ്റ് റണ്ണായി, സെക്കൻഡ് റണ്ണായി, തേർഡ് റണ്ണായി, ഇങ്ങനെ റണ്ണായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എപ്പോഴാണോ നമ്മൾ നെക്സ്റ്റ് വിളിക്കുന്നത് ആ സമയത്ത് yield റണ്ണാവും. yield റണ്ണാവുന്ന സമയത്ത് എന്ത് ചെയ്യും, അവിടെ സ്റ്റോപ്പ് ആവും, അവിടെ പോസ് ചെയ്ത് നിൽക്കും. പിന്നീട് നമ്മൾ നെക്സ്റ്റ് എപ്പോഴാണ് വിളിക്കുന്നത് അപ്പോൾ ആ പോസ് ചെയ്ത പോർഷനിൽ പിന്നീട് കണ്ടിന്യൂ ചെയ്യും. ഇതാണ് ജനറേറ്ററും ഇറ്ററേറ്ററിൻ്റെയും പ്രത്യേകത. എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് യൂസ് കേസസ് ഉണ്ട്. മെയിനായിട്ട് നമ്മൾ ഈ ഫിൽറ്ററിംഗ് ഒക്കെ, നമ്മൾ വെബ്സൈറ്റിലൊക്കെ ഫിൽറ്ററിംഗ് ഓപ്ഷൻസ് ഒക്കെ കാണും. അപ്പോൾ അത് വളരെ എഫിഷ്യൻ്റായിട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെർവർ സൈഡിൽ നിന്നൊക്കെ മാനേജ് ചെയ്ത് ഇറ്ററേറ്ററും ജനറേറ്ററൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് 10 പോസ്റ്റാണ് വേണ്ടെങ്കിൽ 10 പോസ്റ്റ്, പിന്നീട് എന്ത് ചെയ്യും, ചിലപ്പോൾ എന്ത് ചെയ്യും, 4-5 കോളൻ ഉണ്ടാവും, അല്ലെങ്കിൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അടുത്ത 10 ഡീറ്റെയിൽസ് കിട്ടും. ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ജനറേറ്റർ ഇറ്ററേറ്ററും വളരെ ഉപകാരപ്പെടുന്നൊരിതാണ്. നമുക്ക് പഠിക്കുന്ന സമയത്ത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഒരുപാട് യൂസ് കേസുള്ള സംഭവമാണ് ഇറ്ററേറ്ററും ജനറേറ്ററും. പക്ഷേ അത് പലരും പഠിക്കാത്തൊരു കാര്യമാണ്, കാരണം ഇത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, ഇതാണ് നമ്മളിന്ന് കവർ ചെയ്യാൻ ആഗ്രഹിച്ചത്. ഒന്നാമത് ക്ലാസ്സസ്, പിന്നെ ഇറ്ററേറ്റർ ആൻഡ് ജനറേറ്റർ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇതിൻ്റെ ചില പ്രോബ്ലംസും അതേപോലെ തന്നെ റിയൽ വേൾഡ് എക്സാമ്പിളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പോൾ ഓക്കെ, ബൈ.